സാഹിത്യകാരന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും കൂട്ടായ്മയായ സാഹിത്യ സമാജത്തിൻ്റെ 100ാം വാർഷികമാണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത്. അതിവിപുലമായ രീതിയിൽ 100ാം വാർഷികം ആഘോഷിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പം അത് എത്തരത്തിൽ ജനശ്രദ്ധ ആകർഷിച്ച് എന്നും സംസാര വിഷയമാകത്തക്ക രീതിയിൽ അതിഗംഭീരമായി നടത്താം എന്നതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാനാണ് നമ്മൾ ഇവിടെ കൂടിയിട്ടുള്ളത്. അത് എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. ഈ അണ്ടിപ്പരിപ്പ് ഇങ്ങനെ തരുന്നതേ ഇങ്ങനെ അല്ലാണ്ട് ഉപ്പൊക്കെ ഇട്ടെടുത്ത് വറുത്തിട്ട് തരികയാണെങ്കിൽ കറുമുറു എന്ന് പറഞ്ഞിട്ട് തിന്നൊരു സുഖം ഉണ്ടാവും അല്ലേ? അല്ല, അതിന് നമ്മൾ പരിഹാരം കണ്ടിട്ടുണ്ട്. അത് മതി. നമ്മൾ അടുത്ത മീറ്റിംഗ് മുതൽ അണ്ടിപ്പരിപ്പ് നമ്മൾ നിരോധിക്കണം. നിരോധിക്കേ? അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. വേണ്ടെന്ന് വെക്കാണ്. ബ്രഹ്മ യോജിക്കണ്ടോ അതിന്? നിങ്ങൾ യോജിക്കണ്ടോ? അണ്ടിപ്പരിപ്പിന് നമുക്ക് ബദാമാക്കാം. നമ്മൾ ഇന്നിപ്പോ ഇവിടെ കൂടിയിരിക്കുന്നത് അണ്ടിപ്പരിപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല. ഇനിയിപ്പോ നിങ്ങളുടെ ആഗ്രഹപ്രകാരം ബദാം അണ്ടിപ്പരിപ്പ് എന്ത് വേണമെങ്കിലും ആവാം. കാരണം സാഹിത്യ സാംസ്കാരിക രംഗത്തിന് വേണ്ടി എത്ര പണം ചെലവാക്കാനും നമ്മുടെ സർക്കാർ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ പണം ഒരു വിഷയമല്ല. നമുക്ക് ഈ വാർഷികം എങ്ങനെ ഭംഗിയാക്കാം അതിനെ കുറിച്ച് സംസാരിക്കാം. എനിക്കൊരു അഭിപ്രായം പറയുന്നത് ഈ സാഹിത്യ സമ്മേളനം പരിപാടി ഭംഗിയാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഭംഗിയാക്കും. ഇപ്പൊ പറഞ്ഞത് കറക്റ്റാ. ഇതിൽ കുറച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തിന്നാൻ പ്രസിഡന്റ്, ഇതിപ്പോ എവിടെന്ന് പറഞ്ഞാൽ ഇത് എന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കഴിഞ്ഞ 6 മാസം മുമ്പ് വീട്ടിൽ കൊണ്ടുവച്ച് കുറച്ച് ബാക്കി ഇരുന്ന് ഞാൻ എടുത്തോണ്ട് വന്നതാണ്. അല്ലാതെ ഇവിടത്തേക്ക് വാങ്ങിച്ചതല്ല. അല്ല, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാ? കുഴപ്പമില്ല, 6 മാസം കൊണ്ടൊരു കാലാവധി ഒന്നുമില്ല. അണ്ടിപ്പരിപ്പ് അങ്ങനെയല്ല, കഴിച്ചോ. അല്ലെ, ഇത് പറയും നമ്മളിപ്പോ എന്ത് ചെയ്യണം? സുഖേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തായാലും നമ്മുടെ 100ാം വാർഷികമാണല്ലോ, ഒരു കവി സമ്മേളനം എന്തായാലും വേണം. കാരണം കവികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഞാനടക്കം എത്ര കവികളുണ്ട്. ഒരു കാര്യം പറയട്ടെ, ഈ കവിയരങ്ങും അക്ഷരശ്ലോക സദസ്സൊക്കെ വെച്ച കാണാനും കേൾക്കാനൊന്നും ആരും ഉണ്ടാവില്ല. നമുക്ക് ആളുകളെ ആകർഷിക്കണം. നമ്മുടെ ഇതിനകത്ത് കവികളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവസാനം അതിന്റെ പേരിൽ ഒരു തമ്മിത്തല്ലോ. അതുകൊണ്ട് അത് വേണ്ട. അതിനൊരു നാടൻ പാട്ട് വെച്ചാലോ? ഇത് ഉത്സവപ്പറമ്പല്ല, ഇത് എന്തിന്റെ പരിപാടിയാണെന്ന് ആദ്യം ഒന്ന് ആലോചിക്കാം. അല്ല, എന്നാ നിങ്ങൾ തന്നെ പറയേ, ഒരു സജഷൻ പറയേ. പ്രസിഡന്റ് പറഞ്ഞ പോലെ നമുക്കൊരു നൃത്ത പരിപാടിയെ കുറിച്ച് ആലോചിക്കാം. അതിപ്പോ അങ്ങനെയാണെങ്കിലേ നമ്മളെ കലാസഭയിലെ നർത്തകിമാരെന്നെ ഉണ്ടാവില്ല, ഓരോ തന്നെ മതിയല്ലോ. എന്റെ അയിപ്പേ കലാസഭയിലെ പിള്ളേർക്ക് കളിക്കാൻ ഇവിടെ ഉത്സവപ്പറമ്പുണ്ട്. നമുക്ക് അതല്ല വേണ്ടത്. നമുക്ക് 10 ആളറിയുന്ന ഒരു സെലിബ്രിറ്റി, അങ്ങനെ ഒരു ഡാൻസറെ കൊണ്ടുവരണം. ആ സെലിബ്രിറ്റിനൊക്കെ കൊണ്ടുവരാം, പക്ഷെ ഒരു പറയുന്ന പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ. ശോഭനെ കൊടുത്താലും അത് വേണ്ട, അത് വേണ്ട. നമുക്ക് ഇപ്പോ യുവാക്കളുടെയും നമ്മുടെ യുവതികളുടെയൊക്കെ ഹരമായിട്ടൊരു നർത്തകിയുണ്ട്, ആശാ ശരത്ത്. കുട്ടിയായിരിക്കും. അയ്യോ, അതല്ല. പുതിയ കുട്ടി, ഇപ്പോഴത്തെ പുതിയ കുട്ടി ലക്ഷ്മി. അതായത് ഞാനിപ്പോ തിരുവനന്തപുരത്ത് പോയപ്പോ സെനറ്റ് ഹാളിൽ ഒരു പരിപാടി പങ്കെടുത്തു. അവിടെ ആ കുട്ടിയുടെ നൃത്തം ഉണ്ടായിരുന്നു. എന്തൊരു ഡാൻസ്, കയ്യടിയും. ആ കുട്ടീനെ കൊണ്ടുവരാം. അത് മനസ്സിലുണ്ടത്. ഇപ്പൊ 2 സീരിയലിട്ട് അഭിനയിച്ചോണ്ടിരിക്കുക. ഓക്കെ, എത്ര കൊടുക്കേണ്ടി വരും ചോദിക്കണം. 75 റുപ്യയും ട്രാവലിംഗുമാണ് അതിന്റെ റേറ്റ്. കൊടുക്കേണ്ടി വരുമോ? നിങ്ങൾ സമാധാനായിട്ടിരിക്കേ. 75 അവർ വാങ്ങുന്നത്. പക്ഷെ ഞാൻ മാനേജർ എന്റെ അടുത്ത ആളാ. അപ്പൊ മന്മഥേട്ടൻ അത് പറഞ്ഞിട്ട് 25 ആക്കി. ഒരാള് 75 വാങ്ങണാണെങ്കിൽ 25 കൊടുക്കാന്ന് പറഞ്ഞാൽ 25 കുറപ്പിക്കാം നമുക്ക്. 50 റുപ്യക്ക് ഞാൻ സെറ്റ് ചെയ്യാം. ഒരു സെലിബ്രിറ്റി, ഒരു സീരിയൽ താരമൊക്കെ ആവുമ്പോ 50 ഈ കാലഘട്ടത്തിൽ കൊടുക്കേണ്ടി വരും. അത് പ്രശ്നമില്ല. അത് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിട്ട് ഇതിന് വേണ്ട ഫണ്ട് അനുവദിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. കവിയരങ്ങ് ഇപ്പൊ എന്തായാലും ചെയ്യുന്നില്ല, വേണ്ട. അപ്പൊ നമുക്കൊരു സാംസ്കാരിക സാഹിത്യ നായകന്റെ ഒരു പ്രഭാഷണം വേണം. അത് വേണ്ടേ? ഒരു സാഹിത്യ പരിപാടിയാണ്, ഒരു പ്രഭാഷണം വേണം. കവിതയെ കുറിച്ചൊക്കെ ഒരാൾ സംസാരിക്കട്ടെ. അത് സത്യശീല മാഷാണെങ്കിൽ സത്യശീല മാഷ് നല്ലൊരു സജഷനാണ്. അവിടെ വേറൊരു പ്രശ്നമുണ്ട്. കുഴപ്പമില്ല. അതെ, ഞാനൊരു ഇത് പറയാം. ഈ സത്യശീലന്റെ ഇപ്പൊ ഇടയ്ക്ക് കഴിഞ്ഞ മാസം TV-യിൽ ഒരു ചാനൽ രാഷ്ട്രീയ പരാമർശം നടത്തി. ഞങ്ങളുടെ പാർട്ടിനെ കുറിച്ചാണ് അത് പറഞ്ഞത്. അത് വേണ്ട. അതിലെ കമന്റുകൾ മുഴുവനും ഞാൻ വായിച്ചു. ഞാൻ കണ്ടു. വളരെ മോശമാണ്. ആൾക്കാരെതിരാ പുള്ളിക്ക്. അത് പുള്ളി വേണ്ട കേട്ടോ. സത്യശീല മാഷ് വേണ്ട. കുറച്ച് പക്വതയും പാകതയൊക്കെ ഉള്ള ഒരാളുണ്ട്. ആരാത്? നമ്മളെ ശീതളൻ. നല്ലതാ. അതായത് സാഹിത്യ രംഗത്തെ കുറിച്ചും സാംസ്കാരിക രംഗത്തെ കുറിച്ചും ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റിയ ആളാണ്. അപ്പൊ സീരിയൽ നടി ലക്ഷ്മിന്റെ ഡാൻസും ശീതളമാഷ പ്രഭാഷണവും അത് ഉറപ്പിച്ച്. അല്ല, വേറൊരു പ്രത്യേക കാര്യമുണ്ട്. എന്തെങ്കിലും 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. അപ്പൊ ഒരു പുതിയ കേരള ഗാനം വേണം.
കേരള ഗാനം. കേരളത്തെ കുറിച്ചൊരു പുതിയ ഗാനം. അല്ല, എന്നിട്ട് സംഘഗാനായിട്ട് പാടാനാണോ? അതിപ്പോ സംഘഗാനാണോ ഒറ്റയ്ക്കാണോ എന്നുള്ളതൊക്കെ ഇപ്പൊ പാട്ട് ചിട്ടപ്പെടുത്തുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ ഞാന് പിന്നെ പുതിയതൊന്നുമല്ല, കുറച്ച് മുന്നേ എഴുതിയൊരു പാട്ട് ഞാൻ എഴുതിയതുണ്ട്. അത് പാട്ട് ഇപ്പൊ കേരളത്തെ പറ്റി ഞാനും എഴുതിയിട്ടുണ്ട്. അത് വേണ്ട നമുക്ക് ഈ കേരളത്തിന്റെ സംസ്കാരം, കേരളത്തിന്റെ തനിമ, കേരളത്തിന്റെ മനോഹാരിത, ഈ ഗാനം കേട്ട് കഴിഞ്ഞാൽ കേരളം എന്ന ഇതിങ്ങനെ കേൾക്കുമ്പോൾ ജനങ്ങൾ രോമാഞ്ചം കൊള്ളണം. എല്ലാവരും കേരളത്തിലേക്ക് ഇങ്ങനെ ആകർഷിക്കണം. അതാണ് ഞാൻ എഴുതിയില്ല, അതെല്ലാം ഉണ്ട്. അല്ല അത് വേണ്ട. അല്ല അത് വേണ്ട മന്മഥ, നമുക്ക് നല്ലൊരു പ്രശസ്തനായ ഒരു കവിനെ തന്നെ നമുക്ക് കൊണ്ടുവരാം അല്ലേ? ഒരുപാട് ഗാനങ്ങൾ എഴുതി പ്രഗത്ഭരായിട്ടുള്ള പലരുണ്ടല്ലോ. ആരെങ്കിലും ഒരാളെ നമുക്ക് കണ്ടെത്താം. ഞാനൊരു നിർദ്ദേശം പറയാം. ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ നാട്ടിൽ തന്നെ വളരെ അറിയപ്പെടുന്ന, എന്നാൽ നമ്മുടെ നാട്ടിൽ ആർക്കും ഒരു വിലയില്ലാത്ത രാഘവ മാഷിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. സിനിമാ പാട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ സിനിമാ ഗാനങ്ങൾ, ലളിത ഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് രാഘവ മാഷെ കൊണ്ട് ഒരു പുതിയ ഗാനം കേരളത്തിൽ ഗാനം എഴുതിച്ച് അതും അപ്പൊ നമ്മളിപ്പോ ഫിക്സ് ചെയ്യാണ്. നമ്മുടെ സീരിയൽ നടി ലക്ഷ്മിയുടെ നൃത്തം, നമ്മളെ ശീതളം മാഷിന്റെ പ്രഭാഷണം, രാഘവ മാഷിന്റെ കേരള ഗാനം ഫിക്സ്. അല്ല, ഇനിയിപ്പോ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഇല്ല, നമുക്ക് അപ്പൊ ഇനി കമ്മിറ്റി പിരിച്ചോളെ. അണ്ടിപ്പരിപ്പിനി ഉണ്ട്, പക്ഷെ ഉപ്പില്ലാത്തതാണ്, കഴിക്കണ്ട. നീ കഴിക്കണ്ട കേട്ടാ. അപ്പൊ ശരി. പിന്നെയും വിളിച്ചയാള്. ഒരു സാധനം എഴുതിക്കൊണ്ടിരിക്കുമ്പോ ശല്യങ്ങളുടെ ശല്യം. വീഴണ്ട സ്തുതി. നോക്കി ചെയ്യോ സ്തുതി. ഞാനൊരു പുതിയ സാധനം എഴുതിയുണ്ട്, ഞാൻ ഒന്ന് കേട്ടു നോക്കിയേ. നിങ്ങൾ വായിക്കേ. ആളുകളാൽ ജീവിച്ചിട്ടാളുകളാൽ നാണം കെട്ടിട്ടാളുകളാൽ കൊല്ലപ്പെട്ടിട്ടാളുകളാൽ മൂടപ്പെടുമ്പോൾ ആളുകൾ പറയും ആളൊരു പാവമായിരുന്നു. ഞാനൊരു പാവമല്ല, എനിക്കങ്ങനൊരു ബഹുമാനവും വേണ്ട. ഞാൻ മാറ്റപ്പെട്ടിട്ടകറ്റപ്പെട്ടിട്ടൊറ്റപ്പെട്ടിട്ടങ്ങനെ തീർന്നോളാം. എങ്ങനെയുണ്ട്? ഫോണ് കയ്യിലുണ്ടോ? ഫോൺ കയ്യിലുണ്ടല്ലോ. എന്നിട്ട് എന്താ ഫോൺ എടുക്കണില്ലാന്ന് പറഞ്ഞു? ആര്? മന്മഥൻ. എത്ര തവണ ഇയാള് വിളിക്കും? എപ്പോ ഞാൻ എന്തെങ്കിലും എഴുതാന്ന് അപ്പൊ വിളിക്കും. ശീതളായിട്ട് ഫോൺ എടുക്കണില്ല പറഞ്ഞിട്ട് ഇന്റെ ഫോണിലേക്ക് വിളിച്ചേ. ആ സാഹിത്യ സാംസ്കാരിക സമാജ സമ്മേളനത്തിന്റെ 100ാം വാർഷിക പരിപാടി ഉണ്ടല്ലോ, അതിന് പ്രഭാഷണം പറയാൻ വേണ്ടി വിളിക്കുക. അപ്പൊ എന്താ ഫോൺ എടുക്കാതെ? എന്തിനെടുക്കണേ? എന്ത് പോകുന്നില്ലേ? ഞാൻ പോകുന്നില്ല. എന്താ നിങ്ങൾക്ക് പോയാല്? എന്റെ സ്തുതി, ആ നേരം കൊണ്ട് ഇവിടെ കുറച്ച് പുല്ലരിഞ്ഞ ആ പശുക്കൾക്ക് ഗുണം ചെയ്യും. പശുവിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ചെല്ലേ. എന്റെ മണ്ടു, നീ വിചാരിക്കുന്ന പോലെയല്ല, നല്ല പണിയുണ്ട് അതിന്. വൈലോപ്പിള്ളിയുടെ കവിതകളെ കുറിച്ചിട്ട് 2 മണിക്കൂർ നേരം പ്രഭാഷണം നടത്തുമെന്ന് വിചാരിച്ചെന്താ കളിക്കുകയാണോ? ശീതളേട്ട, ആ വേദിയൊക്കെ നല്ല വേദിയാണ്. നിങ്ങൾ പോയി സംസാരിച്ചിട്ട് വാ, ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. മണ്ടു വെച്ചിട്ട് ഞാനും പോരാ.